ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SCERT പാഠപുസ്തകങ്ങളാണ്. SCERT പാഠപുസ്തകങ്ങളിൽ തന്നെ എന്താണ് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളെ തകർക്കുകയും നമ്മളുടെ നാട്ടിലെ കൃഷി തകർക്കുകയും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അധിക നികുതി ചുമത്തിക്കൊണ്ട് ദാരിദ്ര്യത്തിന്റെ കൊടിയ പട്ടിണികളിലേക്ക് തള്ളിയിട്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിനു മുമ്പായിട്ട് പറഞ്ഞത്. പിന്നെ എന്താണ് അതിനുശേഷം ഇന്ത്യയിൽ എന്താണ് ചില കലാപങ്ങൾ ഉണ്ടായി, ചില ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1857 നടന്ന ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ഭാഗത്ത് പഠിക്കുവാനായിട്ട് പോകുന്നത്. ആ ബോക്സ് ജസ്റ്റ് ഒന്ന് വായിക്കുക. 1857 മെയ് 11 പുലർക്കാലം വലിയ ഒരു ആരവം കേട്ടുകൊണ്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന് ആയുധങ്ങളുമായിട്ട് ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിൽ എത്തുകയാണ്. അവരിൽ ശിപ്പായിമാരെന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്തു, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിന്റെ ഒരു വിവരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുകളിൽ നൽകിയിരിക്കുന്നത്. മീററ്റിലെ, അതായത് ഉത്തർപ്രദേശിലുള്ള മീററ്റില് ആണ് ഈ കലാപം 1857 മെയ് 10 പൊട്ടിപ്പുറപ്പെടുന്നത്. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോ എന്തായിരുന്നു ഈ കലാപത്തിലേക്ക് അവരെ നയിച്ചതിനുള്ള കാരണങ്ങൾ? ഇപ്പോ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നോക്കുക. തുച്ഛമായിട്ടുള്ള ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനം, പിന്നെന്താണ്, ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണമായിട്ട് മാറി. അപ്പോ ഇങ്ങനെ ചില അസംതൃപ്തികൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് തുച്ഛമായിട്ടുള്ള ശമ്പളം, പിന്നെ എന്താണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർക്ക് അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ഈ 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം പുറപ്പെടുന്നതിന് എന്താണ്, ചരിത്രപരമായിട്ട് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു, മതപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ ചേർന്നുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഈ പറയുന്ന 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടതാണ് ഈ ആർമിയിലേക്ക് ആളുകൾ എടുക്കുമ്പോൾ തന്നെ ഈ ആർമിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാൾക്കാരിൽ എന്താണ്, ജാതി വ്യവസ്ഥ എന്നുള്ളത് വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. അപ്പോ എന്ത് ചെയ്തു ഇവർ, ഈ ജാതി വ്യവസ്ഥ, ഞങ്ങളുടെ ജാതി വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഞങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ തരണം എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആർമിയിലുള്ള ആളുകൾ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്താണ്, അങ്ങനെ ശ്രേണിപരമായിട്ട് തിരിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, ഈ പറയുന്ന ഉയർന്ന ജാതിക്കാർ ആവശ്യപ്പെട്ട ആ പറയുന്ന കാസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം എന്താണ്, അംഗീകരിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിവായിരുന്നില്ല. കാരണം എന്താണ്, ഒരു ആർമിയാണ്, ഒരു പട്ടാളമാണ് അവിടെ ഉണ്ടാകുന്നത്. അവരെന്ത് ചെയ്യണം, അവർക്ക് കൃത്യം സിസ്റ്റമാറ്റിക് ആയിട്ട് അയക്കണം അവരുടെ കാര്യങ്ങൾ നടക്കേണ്ടത്. അവിടെ ഒരു വിവേചനം ഉണ്ടായാൽ എന്ത് സംഭവിക്കും, ആ യൂണിറ്റിന്റെ എന്താണ് നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഉയർന്ന ജാതിക്കാര്, പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർ എന്താണ് പട്ടാളത്തിലേക്ക് എടുക്കുന്നതിന് എന്താണ് പ്രത്യക്ഷമായിട്ടൊരു വിലക്കും അവര് പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷെ എന്താണ്, പരോക്ഷമായിട്ട് ഒരു വിലക്ക് എന്തുണ്ടാക്കി, ബ്രാഹ്മണരെ ആർമിയിലേക്ക് എടുക്കുന്നതിൽ നിന്ന് എന്താണ് ഒരു പരോക്ഷമായിട്ടുള്ള വിലക്ക് ആ സമയത്ത് നിലനിന്നിരുന്നു.
പക്ഷെ എന്താണ്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്താണ് ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്താണ് ഈ ആർമിയിൽ ഉയർന്ന സമുദായത്തിലൊക്കെ പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്, ആ സമയത്ത് എന്താണ് ഒരു റൈഫിള് ഇൻട്രൊഡ്യൂസ് ചെയ്തു. റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു റൈഫിള് എന്ത് ചെയ്തിരുന്നു, ബ്രിട്ടീഷുകാര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതിന്റെ തിര കാട്രിഡ്ജ് നടക്കണമെങ്കിൽ എന്താണ്, വെടിയുണ്ട ഒരു പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ കടിച്ചു പൊട്ടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ പറയുന്ന ആ വെടിയുണ്ടായ കാട്രിഡ്ജ് എന്താണ് ഫില്ല് ചെയ്ത് വരുന്ന ഈ പേപ്പർ എന്ന് പറയുന്നത് പന്നിയുടെയും പശുവിന്റെയും എന്താണ് കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും ആ കാലഘട്ടത്തുണ്ടായി. ഇതെല്ലാം എന്താണ് മതപരമായിട്ടുള്ള കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങളാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന സംഗതികളാണ്. അതാണ് ഇവിടെ പറയുന്നത്. സൈനികർക്ക് പുതുതായിട്ട് നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ എന്താണ് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രചരണം എന്ത് ചെയ്തു, അത് അവരെ ഏകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള സൈനികർ എന്താണ് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഈ പറഞ്ഞ എന്തെന്ന് പറയുന്നത് പ്രചരണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് എന്താണ് കടൽ കടന്നു പോകുവാനായിട്ട് കഴിയുമായിരുന്നില്ല. കടൽ കടന്നു പോയി കഴിഞ്ഞാൽ എന്താണ് അവരെ മതത്തിൽ നിന്ന് പുറത്താക്കുമായിരുന്നു, ഭ്രഷ്ട് കലിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് എന്താണ് പലപ്പോഴും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് കടൽ കടന്നൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന ആളുകൾ എന്ത് ചെയ്ത് ഇവിടുത്തെ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ അവരുടെ സ്വന്തം കുടുംബങ്ങളോ ആ സമൂഹമോ എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. അങ്ങനെയുള്ള ചില അതുകൊണ്ട് തന്നെ എന്താണ് പല ഓഫീസർമാർക്കും എന്താണ് അതിൻ്റെതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ശിപായിമാർക്ക് എന്താണ് ശിപായിമാർക്കിടയിൽ പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ എന്താണ് ആ സമയത്ത് നിലനിന്നിരുന്നു. അപ്പൊ മതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്താണ് ഏറ്റവും എളുപ്പത്തിൽ തീപിടിക്കാവുന്ന എന്താണ് ഒരു സംഭവമാണ് അന്നും ഇന്നും എന്തെന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരെന്താണ് പിന്നെ ഉണ്ടായ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ മിഷണറിമാരെ കൊണ്ടുവന്ന ഇന്ത്യക്കാരെന്താണ് മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങളും അക്കാലത്തുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ഇന്ത്യക്കാർ വിചാരിച്ചു എന്താ ഞങ്ങളുടെ മതവിശ്വാസത്തെ ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്താണ് അവരുടെ മതപരമായിട്ടുള്ള ഇങ്ങനെ വിശ്വാസങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെട്ടത് 1857 കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് എന്താണ് ഒരു കാരണമായിട്ട് മാറി. നമുക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൈനികരായിട്ടുള്ള ആളുകളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പശുവിന്റെയും പന്നിയുടെയും നെയ്യ് ഉപയോഗിക്കുക എന്നുള്ളത്. പുതിയ തിരകൾ ഉപയോഗിക്കുവാനായിട്ട് വിസമ്മതിച്ച ശിപ്പായിമാരെ എന്ത് ചെയ്തു ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന സൈനികൻ എന്താണ് പുതിയ തിര ഉപയോഗിക്കുവാനായിട്ട് നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെതിരെ എന്ത് ചെയ്തു വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. 1857 സ്വാതന്ത്ര്യ സമരത്തിലെ എന്താണ് ആദ്യത്തെ രക്തസാക്ഷിയാണ് ആരെന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് അദ്ദേഹം 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റിലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സിപ്പായി ആയിരുന്നു ആരെന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അതായത് 34ാമത് തദ്ദേശീയ കാലാൾപ്പട എന്ന് പറയും ബ്രിട്ടീഷുകാരുടെ ഇൻഫൻട്രി റെജിമെന്റിൽ എന്താണ് ഒരു ശിപ്പായി ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ എന്താണ് അദ്ദേഹം ഈ തിര ഉപയോഗിക്കുന്നതിനായിട്ട് വിസമ്മതിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ച എന്താണ് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു നിർത്തോക്കെടുത്ത് വെടിവെച്ചു. തുടർന്ന് അറസ്റ്റിലായിട്ടുള്ള മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാര് വിചാരണ ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ എന്ത് ചെയ്തു കലാപത്തിൽ പങ്കാളികളായി. അപ്പൊ നമ്മൾ പറഞ്ഞു കലാപത്തിൽ തുടക്കം കുറിച്ച ആളുകൾ എന്ന് പറയുന്നത് ശിപ്പായിമാരാണ്. ഇന്ത്യയിലെ ശിപ്പായിമാരാണ് ഈ ലഹളയ്ക്ക് അല്ലെങ്കിൽ ഈ കലാപത്തിന് എന്ത് ചെയ്യുന്നത് തുടക്കം കുറിക്കുന്നത്. പക്ഷേ ഇത് പിന്നീട് എവിടേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്? ഇത്
രാജാക്കന്മാർ എന്ന് പറയുന്നത് എല്ലാ രാജാക്കന്മാരുമല്ല, എന്താണ് ബ്രിട്ടീഷുകാരാൽ ആ സമയത്ത് എന്താണ് അവരുടെ സ്വത്തൊക്കെ കൈക്കലാക്കപ്പെട്ട, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാൽ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട, അധികാരം നഷ്ടപ്പെട്ട ചില ആളുകൾ, അല്ലെങ്കിൽ അവരുടെ അധികാരം പരിമിതപ്പെട്ട ചില രാജാക്കന്മാർ എന്ത് ചെയ്തു, പല സ്ഥലങ്ങളിലും ഈ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾക്ക് എന്ത് ചെയ്തു, നേതൃത്വം നൽകുവാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോ എന്താണ് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞു മതപരമായിട്ടുള്ള കാരണങ്ങൾ എന്താണ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് 1848 ഒരു നിയമം പാസാക്കി, എന്താണ് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അതായത് ഒരു രാജാവ് രാജ്ഞി ഉണ്ടാകും ഒരു രാജ്യത്തിന്. ആ രാജാവിന് എന്താണ് സ്വന്തമായിട്ട് മക്കളില്ല എങ്കിൽ എന്താണ് ആ രാജ്യം പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടിച്ചേർക്കപ്പെടും. പണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല, എന്താണ് രാജാവിന് മക്കളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, രാജാവിന് മറ്റൊരു രാജകുടുംബത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും എന്താണ് ഒരു കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് എന്താണ് രാജാവായിട്ട് വാഴിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ സിസ്റ്റം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. അങ്ങനെ ദത്തവകാശ നിരോധന നിയമപ്രകാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലമാണ് സത്താറ എന്ന് പറയുന്നത്. അവസാനമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലമാണ് ഔദ് എന്ന് പറയുന്നത്. അങ്ങനെ പല നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. ഇത് ആ പ്രദേശങ്ങളിൽ അധികാരം നഷ്ടപ്പെട്ട എന്താണ് രാജാക്കന്മാർക്ക്, ഭൂപ്രഭുക്കന്മാർക്കൊക്കെ എന്താണ് ബ്രിട്ടീഷുകാരോട് ഒരു വിരോധത്തിന് കാരണമായി. അതുകൊണ്ട് തന്നെ ശിപ്പായിമാർ തുടങ്ങിയ ഈ ലഹള പല ഭാഗങ്ങളിലായിട്ട് ആരെന്താണ് അന്നത്തെ രാജാക്കന്മാർ എന്ത് ചെയ്തു, ഇത് ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, കർഷകന്മാർ പങ്കെടുത്തു, കരകൗശല തൊഴിലാളികൾ പങ്കെടുത്തു. എന്താണ് ഇവരെല്ലാവരും ആ കാലഘട്ടത്തിൽ എന്താണ് പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ എന്താണ് ഉയർന്ന നികുതി, മറ്റുള്ള കാരണങ്ങൾ എന്താണ് അവരുടെ ചില നിയമങ്ങളൊക്കെ മുഖേന എന്താണ് ഇന്ത്യയിലെ കർഷകര്, കരകൗശല തൊഴിലാളികള് ഒക്കെ എന്താണ് വളരെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുമാർക്കെതിരെ തിരിഞ്ഞു, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. അപ്പോ ഇത് പൊട്ടിപ്പുറപ്പെടുമ്പോൾ എന്താണ് ഇതിനൊരു നേതൃത്വമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പയ്യെ എന്താണ് ഈ രാജാക്കന്മാരും ഈ പ്രഭുക്കന്മാരും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് തുടങ്ങി. നോക്കുക, രാജാക്കന്മാരും ശിപ്പായിമാർക്കും ഒപ്പം സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങളും എന്താണ് കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും എന്ത് ചെയ്തു, അവർ തീയിട്ടു. സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അവധ്, നമ്മൾ നേരത്തെ പറഞ്ഞ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഏറ്റവും അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഔദ് എന്ന് പറയുന്നത്. ഈ നാട്ടുരാജ്യം എന്താണ്, ഈ നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ എന്താണ് 1 ലക്ഷത്തോളം പേരും എന്തായിരുന്നു സാധാരണ ജനങ്ങളായിരുന്നു. ബാക്കി 50,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ശിപ്പായികളും രാജാക്കന്മാരും ഒക്കെ എന്ന് പറയുന്നത്. 1 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ എന്തായിരുന്നു, വെറും സാധാരണ പൗരന്മാരായിരുന്നു. അപ്പോ അത്രയും ജനപങ്കാളിത്തം അല്ലെങ്കിൽ പൊതുജന പങ്കാളിത്തം എന്ത് ചെയ്തു, ആ സമരത്തിന് എന്താണ് 1887 വിപ്ലവത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഈ കലാപത്തിന്റെ ഒരു യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. എന്താണ്, ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഈ കലാപത്തിന്റെ ഒരു യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഈ കലാപത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ കലാപത്തിന്റെ ഓർമ്മകളാണ് ഇന്ത്യയിൽ എന്താണ് മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകുവാനും എന്താണ് ഡിവൈഡ് റൂൾ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ നടത്തുവാനുമെല്ലാം ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത് ഈ 1857 കലാപകാലത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കാണിച്ച ഒരു ഐക്യമാണ്. അതിനെ തകർക്കാതെ മുന്നോട്ട് പോകുവാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തത്, വളരെ ഭംഗിയായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഘടിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. അതിലവര് വിജയിക്കുകയും ചെയ്തു. അതിന്റെ എന്താണ് അനന്തര ഫലങ്ങളാണ് നമ്മളുടെ ഇന്ന് ഈ 2024 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും നമ്മളുമെല്ലാം അനുഭവിക്കുന്നത്.
ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കൾക്കുമിടയിൽ എന്താണ് ഒരു പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ എന്താണ് ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞല്ലോ കലാപം മെയ് 10 കലാപം തുടങ്ങുന്നു. 11-ാം തീയതി കലാപകാരികൾ എന്താണ് ഡൽഹിയിലെത്തുന്നു, ഡൽഹിയിൽ അധികാരം പിടിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു ഇവര്? അന്നത്തെ മുഗൾ രാജവംശത്തിലെ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ അഥവാ ബഹദൂർ ഷാ സഫറിനെ എന്ത് ചെയ്യുന്നു? ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു. ഷെഹൻഷാഹി ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിക്കുന്നു. ഷെഹൻഷാഹി ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ പദവി വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന ബഹദൂർ ഷാ രണ്ടാമനെയാണ് കലാപകാരികൾ എന്ത് ചെയ്തത്? ഡൽഹിയുടെ അധികാരത്തിലേക്ക് എന്ത് ചെയ്തത്? ഡൽഹിയുടെ അധികാരിയായിട്ട് കലാപകാരികൾ എന്ത് ചെയ്തത്? നിയമിച്ചത്. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ. നമ്മൾ പറഞ്ഞു പല സ്ഥലങ്ങളിലും പല ആളുകളും തുടക്കത്തിൽ നേതൃത്വം ഉണ്ടായിരുന്നില്ലെങ്കിലും എന്താണ് കാലക്രമത്തിൽ എന്താണ് പല രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും എന്ത് ചെയ്തു? പയ്യെ കലാപങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ എന്താണ് ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ആരാണ് എന്നുള്ളതാണ്. ഈ കലാപം എന്ന് പറയുമ്പോൾ സ്വതവേ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലാണ് ഈ കലാപം കൂടുതൽ ശക്തമായിട്ട് നിലനിന്നിരുന്നത്. സൗത്ത് ഇന്ത്യ എന്താണ് 1857 കലാപം യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയുവാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കാണുവാനായിട്ട് പറ്റും. അന്ന് സൗത്ത് ഇന്ത്യയിലും എന്തുണ്ടായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റെജിമെന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെങ്ങും യാതൊരു വിധത്തിലുള്ള കലാപങ്ങളും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. നോക്കുക, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമനാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം കലാപത്തിന് നേതൃത്വം കൊടുക്കുകയൊന്നുമല്ലായിരുന്നു. കലാപകാരികൾ വരുന്നു, കലാപകാരികൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ ഈ പറയുന്ന ഡൽഹിയുടെ സുൽത്താനായിട്ട് വാങ്ങിക്കുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ ബഹദൂർ ഷാ സഫർ ഈ ഡൽഹിയിൽ ഇതിന്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കുക, ലക്നൌവിൽ ആരാണ്? ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ് എന്ത് ചെയ്യുന്നത്? ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഈ ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത് ഔദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? ഈ ഔദിലെ രാജാവായിരുന്ന വാജിദ് അലി ഷാ എന്ന് പറയുന്ന ഒരു അമീർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാണ് ആരെന്ന് പറയുന്നത്? ഈ ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. നവാബ് ഉണ്ടായിരുന്നു, ആ നവാബിന്റെ ഭാര്യയാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് വാജിദ് അലി ഷാ എന്നായിരുന്നു. അദ്ദേഹത്തെ അദ്ദേഹം ബ്രിട്ടീഷുകാരും തമ്മിൽ നല്ല രസത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരുന്നു? ഇദ്ദേഹത്തെ ഔദ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നു? നാട് കടത്തിയിരുന്നു. അതുകൊണ്ട് കൊൽക്കത്തയിലേക്കാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തത്? നാട് കടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബീഗം ഹസ്രത്ത് മഹലിനും ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവിനെ നാട് കടത്തിയതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലക്നൌവിൽ ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ പറയുന്ന ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി കാൺപൂരില് നാനാ സാഹേബും താന്തിയ തോപ്പിയുമാണ് കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആരെല്ലാമാണ്? കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബ് എന്ന് പറയപ്പെടുന്നത് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? നാനാ സാഹേബ് എന്ന് പറയുന്നത് 1857 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം, അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നാനാ സാഹേബ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പേഷ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു.
അദ്ദേഹത്തിന് എന്താണ് സ്വാഭാവികമായിട്ടും ദത്തുപുത്രനായതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിനും ബ്രിട്ടീഷുകാരുടെ ആയിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലും. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാനായിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് പോരാടിയ മറ്റൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് താന്തിയ തോപ്പി എന്ന് പറയുന്നത്. താന്തിയ തോപ്പി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന നാനാ സാഹേബിന്റെ എന്താണ് ഒരു പടനായകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പോസ്റ്റിലുള്ള വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് താന്തിയ തോപ്പി എന്ന് പറയുന്നത്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നുള്ളതാണ് താന്തിയ തോപ്പിയുടെ എന്തെന്ന് പറയുന്നത് യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. യഥാർത്ഥ നാമം എന്ന് പറയുന്നത് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു. ഇദ്ദേഹമാണ് ഫേമസ് ആയിട്ടുള്ള ഗറില്ല വാറുകൾ, അതായത് ഒളിച്ചിരിക്കുക, അതിനുശേഷം ബ്രിട്ടീഷ് ട്രൂപ്പ് വരുമ്പോൾ അവരെന്താണ് മറഞ്ഞിരുന്ന് ആക്രമിക്കുക, കൊലപ്പെടുത്തുക, കൊള്ളയടിക്കുക, രക്ഷപ്പെടുക, അങ്ങനെയുള്ള ഒരു ഗറില്ല വാർഫെയർ തന്നെ എന്താണ് ഈ പറയുന്ന 1857 വിപ്ലവ കാലഘട്ടത്ത് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന താന്തിയ തോപ്പി എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഫൈസാബാദിൽ ഒരു മൗലവി അഹമ്മദുള്ളയായിരുന്നു. പിന്നെ എന്താണ് ബീഹാർ ഇതിലില്ല. ബീഹാറിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബീഹാറിൽ അത് കൺവർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത് നേതൃത്വം നൽകിയത്. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ കൺവർ സിംഗ്. ബീഹാറിൽ ആരാണ്? കൺവർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് നേതൃത്വം നൽകിയത്. ഇനി ബറേലി, റോഹിൽഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ ആണ് നേതൃത്വം നൽകിയത്. ബറേലി, റോഹിൽഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ ആരാണ് നേതൃത്വം നൽകിയത്? അത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഖാൻ ബഹദൂർ ഖാൻ. എവിടെയെല്ലാം? ബറേലി, റോഹിൽഖണ്ഡ്. അങ്ങനെ ഈ പറയുന്ന ഏകദേശം നോർത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ എന്താണ് UP ഉൾപ്പെടെയുള്ള ഒരുപാട് ഭാഗങ്ങളിലാണ് ഈ കലാപങ്ങളൊക്കെ എന്താണ് കൂടുതലായിട്ട് ഉണ്ടായത്. അപ്പോ ആ പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളെയാണ് നമ്മൾ നോക്കിയത്. ഇനി അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ സമരത്തിലെ 1857 സമരത്തിലെ ഏറ്റവും ധീരയായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ്. അവരുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ഝാൻസിയിലെ റാണിയായിട്ടുള്ള ലക്ഷ്മി ബായി എന്ന് പറയുന്നത്. എന്താണ്? ഝാൻസിയിലെ റാണിയായിട്ടുള്ള ലക്ഷ്മി ബായി എന്ന് പറയുന്നത്. മണികർണിക എന്നാണ് അവരുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. 1857 കലാപത്തിൽ എന്താണ് ഇവര് ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ശക്തമായിട്ട് പോരാടി. അതുകൊണ്ട് തന്നെ ഇവരോടുള്ള ആദര സൂചകമായിക്കൊണ്ട് തന്നെ നമ്മുടെ INA എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ INAയുടെ എന്താണ് വനിതാ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ പേര് എന്ന് പറയുന്നത് വുമൺ വിങ്ങിന്റെ പേരെന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. എന്താണ്? ഝാൻസി റാണി റെജിമെന്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ പേരിൽ എന്താണ് ഗോളിയാറിൽ എന്താണ് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിതി ചെയ്യുന്നുണ്ട്. ലക്ഷ്മിബായി എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയാറിലാണ്. പിന്നെ ആൻഡമാനിൽ ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പേരിൽ എന്താണ് ഒരു മറൈൻ നാഷണൽ പാർക്ക് ഒക്കെ എന്താണ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ പല ഭാഗങ്ങളിലായിട്ട് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ എന്താണ് സമരം വളരെ വിജയമാണ്. വിപ്ലവകാരികൾക്ക് പല മുന്നേറ്റങ്ങളും ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ഈ മുന്നേറ്റം എന്ന് പറയുന്നത് എന്തായിരുന്നില്ല? ശാശ്വതമായിരുന്നില്ല. പയ്യെ പയ്യെ ബ്രിട്ടീഷുകാരുടെ അവരുടെ എന്താണ് ശക്തമായിട്ടുള്ള സൈനിക ബലത്തിന് മുന്നിൽ എന്താണ് കലാപകാരികൾ തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ തോൽവിക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒന്ന്, കലാപകാരികൾ എന്താണ് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളൊന്നും അധികം കലാപകാരികളുടെ കയ്യിലില്ല, ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് അത് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇന്ത്യ മുഴുവനായിട്ട് ഈ കലാപത്തിന്റെ ഭാഗമായിട്ട് മാറ്റുവാൻ എന്താണ് വിപ്ലവകാരികൾക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഒരു നേതൃത്വത്തിന്റെ അഭാവം എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. എന്താണ് നേതൃത്വത്തിന്റെ അഭാവം എന്നുള്ളത് മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു. മാത്രമല്ല ചില സ്ഥലങ്ങളിലാണെങ്കിൽ എന്താണ് ചില രാജാക്കന്മാരൊക്കെ എന്താണ് ഞങ്ങളെ തല്ലിയാലും കൊന്നാലും ശരി ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് എന്ത് ചെയ്തിരുന്നു? തീരുമാനിച്ചിരുന്നു. പിന്നെ ചില നാട്ടുരാജ്യങ്ങൾ ചില ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ് ഒരു ടീം ജയിക്കുമ്പോൾ അവരുടെ കൂടെ പോവും, വീണ്ടും ബ്രിട്ടീഷുകാരാണ് ജയിക്കുന്നതെന്ന് കാണുമ്പോൾ ഇപ്പുറത്തേക്ക് ചായും. അങ്ങനെ നിന്നിരുന്ന പല
നാട്ടുരാജാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം പല പ്രശ്നങ്ങളും എന്താണ് ഈ 1857 കലാപം പരാജയപ്പെടുവാനായിട്ട് എന്ത് ചെയ്തു, കാരണങ്ങളായിട്ട് മാറി. നോക്കുക, ബ്രിട്ടീഷുകാരുടെ ശക്തമായിട്ടുള്ള സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് ആർക്ക് കഴിഞ്ഞില്ല? കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ എന്താണ് ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും അടിച്ചമർത്തി. എന്താണ് ബ്രിട്ടീഷുകാർ എന്താണ് 1859 ആയപ്പോഴേക്കും 1858 ആയപ്പോഴേക്കും എന്താണ് ബ്രിട്ടീഷുകാർ കലാപത്തെ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് അടിച്ചമർത്തി. അത് എന്താണ് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ആദ്യം തന്നെ ഇവര് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിച്ചത് ഡൽഹി ആയിരുന്നു. എന്താണ്? ഡൽഹി ആയിരുന്നു ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് തിരിച്ചു പിടിച്ചത്. അപ്പോ അന്നേരം അവിടെ ഡൽഹി സുൽത്താനായിട്ട് ആര് വാഴുകയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ നിൽക്കുകയാണ്. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് അറസ്റ്റ് ചെയ്യുകയും ഇന്നത്തെ ബർമ എന്ന് പറയുന്ന റംഗൂണിലേക്ക് എന്ത് ചെയ്തു? നാട് കടത്തുകയും ചെയ്തു. എവിടേക്കാണ്? ബർമ അല്ലെങ്കിൽ റംഗൂണിലേക്ക്. ഇതോടുകൂടി എന്താണ് ഇന്ത്യ ചരിത്രത്തിൽ എന്താണ് മുഗൾ ഭരണം എന്നുള്ളത് പരിപൂർണമായിട്ട് അവസാനിക്കുകയാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഷഹൻഷായി ഹിന്ദ് എന്നറിയപ്പെട്ടിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത് ചോദ്യം ഇങ്ങനെയാണ്, അതായത് മുഗൾ രാജവംശത്തിൽ എന്താണ് ശക്തനായ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? ബഹദൂർ ഷാ രണ്ടാമൻ അല്ല. പിന്നെ ആരാണ്? അത് ഔറംഗസീബാണ്. ഔറംഗസീബാണ് മുഗൾ ഭരണകാലഘട്ടത്തിലെ അവസാനത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അത് ഔറംഗസീബാണ്. എന്നാൽ മുഗൾ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവ് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ചക്രവർത്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ബഹദൂർ ഷാ രണ്ടാമനാണ്. അതാരാണ്? അത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നോക്കുക, ആദ്യം ഡൽഹി പിടിച്ചെടുത്തു. ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്യുന്നു? റംഗൂണിലേക്ക് നാട് കടത്തുന്നു. പിന്നെ എന്താണ്? പിന്നെ പയ്യെ എന്താണ് ഓരോരുത്തരായിട്ട് കീഴ്പ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അതായത് ഒരാളെ കീഴ്പ്പെടുത്തി അടുത്ത ആളെ കീഴ്പ്പെടുത്തി, അങ്ങനെയാണ് ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തിരുന്നത്? മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോ ബീഹാറിലാണെങ്കിൽ എന്താണ് കൺവർ സിംഗ് അദ്ദേഹം വളരെ ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെയും അവരെന്താണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുന്നു. പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ മരണം വരെയും എന്താണ് തടങ്കലിലാണ് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ ആ ബ്രിട്ടീഷ് തടങ്കിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കൺവർ സിംഗ് മരണപ്പെടുകയാണ്. ഇനി നാനാ സാഹിബ് താന്തിയ തോപ്പി, നാനാ സാഹിബ് എന്താണ് ഒരു സമയം വരെ എന്ത് ചെയ്തു? അദ്ദേഹം പിടിച്ചു നിന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയപ്പോൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം നേപ്പാളിലേക്ക് എന്ത് ചെയ്യുന്നു? നാട് വിട്ടു പോകുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരുത്താം എന്നുള്ള ഇതിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നേപ്പാളിലേക്ക് നാട് വിട്ടു പോകുന്നത്. അടുത്ത ആളെന്ന് പറയുന്നത് താന്തിയ തോപ്പിയാണ്. ആ താന്തിയ തോപ്പി എന്ത് ചെയ്യുന്നു? താന്തിയ തോപ്പിയും ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹത്തിന്റെ ഗറില്ല വാർഫെയർ എന്ത് ചെയ്യുന്നു? തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു പ്രമാണിയാൽ അല്ലെങ്കിൽ ഒരു ജമീന്ദാരാൽ ചതിക്കപ്പെടുകയും ബ്രിട്ടീഷുകാരാൽ പിടിക്കപ്പെട്ട് അവരദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? വധിക്കുകയുമാണ് ഉണ്ടാകുന്നത്. ഇനി ഝാൻസി റാണിയെ പോലെയുള്ള വനിതകളാണെങ്കിൽ എന്താണ്? ഝാൻസി റാണി നേരിട്ടുള്ള പോരാട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുമായിട്ട് എന്താണ് നേരിട്ടുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെടുന്നു. ജനറൽ ഹ്യൂജ് റോസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഈ പറയുന്ന ഝാൻസി റാണിയുമായിട്ടുള്ള യുദ്ധത്തിന് നേതൃത്വം വഹിക്കുന്നത്. അദ്ദേഹം വളരെ അവരുടെ ശവശരീരത്തോട് വളരെ ബഹുമാനമൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ധീരത കണ്ടിട്ട് നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവര് മരിച്ചു കിടക്കുമ്പോൾ പറയുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ കിടക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ ഈ കലാപകാരികൾക്കിടയിൽ കണ്ട ഒരേ ഒരു ആണ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന സ്ത്രീയാണ് എന്ന് ഈ പറയുന്ന ഹ്യൂജ് റോസ് എന്ത് ചെയ്യുന്നു? ഇവരുടെ ശവശരീരത്തെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്രയും ധീരമായിട്ട് എന്ത് ചെയ്തിരുന്നു? അവര് ഇവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിരുന്നു അല്ലെങ്കിൽ പോരാടിയിരുന്നു. അപ്പോ
ഇത്രയുമൊക്കെ ആയതോടുകൂടി എന്താണ് കലാപം പരിപൂർണമായിട്ട് അടിച്ചമർത്തപ്പെട്ടു. പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം, ഈ 1857 കലാപം നടന്നു, കലാപം അടിച്ചമർത്തപ്പെട്ടു, എന്താണ് പലരും കൊല്ലപ്പെട്ടു, പലരും നാട് കടത്തി. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ കീഴിലേക്ക് വീണ്ടും ഇന്ത്യ രാജ്യം എന്ത് ചെയ്യുന്നു, വരുന്നു. ഈ സമയത്താണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നത്. ആ നിയമത്തിന്റെ പേര് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നാണ്. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858? അങ്ങനെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, പരിപൂർണമായിട്ട് അവസാനിക്കുന്നു. എന്താണ് 1858 ഈസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്നുള്ളത് ഇന്ത്യയിൽ പരിപൂർണമായിട്ട് അവസാനിക്കുകയും എന്ത് ചെയ്യുന്നു, ഇന്ത്യയെ നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞി ഭരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. നോക്കുക, പരാജയപ്പെട്ടുവെങ്കിലും എന്താണ്, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ എന്താണ് ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങളും എന്ത് ചെയ്യുന്നു, ഈ കാര്യം ശരിവെക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ എന്താണ്, ഏകദേശം 24ഓളം വൻ ക്ഷാമങ്ങളും 2 കോടിയോളം പേരെന്താണ് മരിക്കുകയുമാണ് ഉണ്ടായത്. ഇന്ത്യക്കാർ ചൂഷണം തിരിച്ചറിയുന്നു. നോക്കാം, ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ എന്താണ് കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് എന്താണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധ്യത്തെയാണ് എന്ന് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത്. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1855 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ എന്ത് ചെയ്തു, രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. നോക്കുക, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന തകർച്ചയെ കുറിച്ച് എന്താണ് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയതാരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തന്റെ നിഗമനങ്ങളെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. നോക്കുക, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തമാണ് എന്തെന്ന് പറയുന്നത് ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്, അദ്ദേഹം ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന പുസ്തകത്തിന്റെ പേര് എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോ ആ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം എങ്ങനെയാണ് നമ്മളുടെ സമ്പത്ത് ബ്രിട്ടീഷുകാരുടെ നിന്ന് ചോർത്തിക്കൊണ്ട് പോയത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സമർത്ഥിക്കുന്നുണ്ട്. അതിൽ ചില കാരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും മറ്റും നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. ഇങ്ങനെയൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള വിവിധ മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള തിയറിയാണ് എന്ന് പറയുന്നത് ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് എഴുതിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്
ബുക്കിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളെ ഇന്ത്യ എങ്ങനെ ദരിദ്രമാക്കുന്നത് സംബന്ധിച്ച് എന്താണ് സാധാരണക്കാരന് അവബോധം ഉണ്ടാക്കുന്നതിന് ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ എന്താണ് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ എന്താണ് ചില ചരിത്രകാരന്മാർ എന്താണ് സാമ്പത്തിക ദേശീയത എന്നും വിശേഷിപ്പിക്കുന്നു. ഇനി നോക്കാം സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം നമ്മൾ എന്താണ് ഒരു ക്ലാസ്സിൽ എന്താണ് ഫുള്ളായിട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇവിടെ എന്താണ് ഇപ്പോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഓടിച്ചു നോക്കിയിട്ട് പോവുകയുള്ളൂ കേട്ടോ. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗവും പേരും എന്താണ് ബംഗാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുവാനായിട്ട് എന്ത് ചെയ്തു 1905 കഴ്സൺ പ്രഭു എന്ത് ചെയ്തു ബംഗാളിനെ വിഭജിച്ചു. 1905 ബംഗാൾ വിഭജനം നടന്നത്. അത് വിഭജിച്ച പ്രഭുവാണ് ആരെന്ന് പറയുന്നത് കഴ്സൺ പ്രഭു. നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല എന്താണ് നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു എന്താണ് ഇത് ചെയ്ത ആരായിരുന്നു എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നോക്കുക, സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കൾ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ എന്താണ് ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ആയിരുന്നു. സമരത്തിന്റെ ഭാഗമായിട്ട് എന്താണ് വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായിട്ട് കത്തിച്ചു. ഈ സമര രീതി എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും എന്താണ് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ എന്ത് ചെയ്തു ആരംഭിച്ചു. ബംഗാളിലെ എന്താണ് ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ എന്താണ് സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് എന്തിന്റെ കാലത്താണ് സ്വദേശി സമരകാലത്താണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തവുമായിരുന്നു ഈ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. വിദേശ വസ്ത്രങ്ങൾ എന്താണ് അലക്കുകയില്ലെന്നും അലക്കുകാരും വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജ നടത്തുകയില്ലെന്ന് പുരോഹിതരും എന്ത് ചെയ്തു പ്രതിജ്ഞയെടുത്തു. വിദേശത്തു നിന്നുള്ള വളകളും പത്രങ്ങളും എന്ത് ചെയ്തു ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകൾ, സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും എന്ത് ചെയ്തു സമരത്തിന്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ എന്താണ് ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിക്കപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരെന്താണ് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവരെന്താണ് ലാൽ പാൽ ബാൽ സഖ്യം എന്ന് അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ എന്താണ് തിലകൻ അല്ലെങ്കിൽ ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു. ഇതിനാൽ ഇദ്ദേഹത്തെ എന്താണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആരാ? ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായിട്ടുള്ള വലന്റൈൻ ഷിറോൾ. വലന്റൈൻ ഷിറോൾ ആണ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബാലഗംഗാധര തിലകൻ എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സ്വതന്ത്ര സമര സേനാനിയെ എന്താണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് വലന്റൈൻ ഷിറോൾ എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ്. ഇതിനെതിരായിട്ട് അദ്ദേഹം എന്താണ് ഒരു മാനനഷ്ട കേസൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട്. ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ട് അതിന്റെ കേസുമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഇംഗ്ലണ്ടിൽ എത്തിപ്പെടുന്നു.
ബ്രിട്ടീഷുകാർ ഈ അവസരം ശരിക്കും എന്താണ് മുതലെടുക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് അവരെന്ത് ചെയ്തു? ഈ കേസ് ഇങ്ങനെ അവധിക്ക് വെച്ച് നീട്ടി ഒരുപാട് വർഷക്കാലം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബാലഗംഗാധര തിലകനെ ഇംഗ്ലണ്ടിൽ തളച്ചിടുവാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കഴിയുന്നൊക്കെ ഉണ്ട് ചരിത്രത്തിൽ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഇതിനാൽ തന്നെ എന്താണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് വലന്റൈൻ ഷിറോൾ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകനാണ്. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം എന്തല്ല? അദ്ദേഹം ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവല്ല. അദ്ദേഹം എന്താണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തികളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ആരാണ്? നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ്? ഈ പറയുന്ന അസ്വസ്ഥതയുടെ പിതാവല്ല, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ വിശേഷിപ്പിക്കാം? ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളും ഒരു സംഘടിത രൂപം പ്രാപിച്ചുകൊണ്ട് എങ്ങനെയാണെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കിയല്ലോ. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായിട്ട് എന്ത് ചെയ്തത്? പരിണമിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ മൂർച്ചയേറിയ ആയുധമായിരുന്നു എന്ന് പറയുന്നത് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. പിൽക്കാലത്ത് ഗാന്ധിജിയാണ് ഈ സമരത്തെ ഏറ്റവും കൂടുതൽ ശക്തവും ജനകീയവുമായ ഒന്നാക്കി മാറ്റിയത്. ഇവിടെ നമുക്ക് ഓരോ കാര്യം കൂടി നോക്കാനുണ്ട്. തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് V.O. ചിദംബരം പിള്ളൈ. തൂത്തുക്കുടി ആസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അതിനാൽ അദ്ദേഹത്തെ എന്താണ്? കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. എന്താണ്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? V.O. ചിദംബരം പിള്ളൈ. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം എന്താരംഭിക്കുന്നത്? തൂത്തുക്കുടി ആസ്ഥാനമാക്കിയിട്ട് സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുന്നത്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അപ്പോ ഇതോടുകൂടി എന്താണ്? ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഈ പറയുന്ന ചാപ്റ്റർ മൊത്തമായിട്ടൊരു ചാർട്ടിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, അതായത് ഭൂനികുതി വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ കർഷകർക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു. നിലം മാപ്പിള കലാപങ്ങൾ, സന്താൾ കലാപം, കുറിച്ച് കലാപം, തുണിത്തര വ്യവസായങ്ങളുടെ തളർച്ച, ഗ്രാമീണ വ്യവസായങ്ങളുടെ തളർച്ച, വ്യവസായ തൊഴിലാളികളുടെ ദാരിദ്ര്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തിന് കാരണമായിട്ട് മാറുന്നു? 1857 കലാപത്തിന് കാരണമായിട്ട് മാറുന്നു. ഈ കലാപം കഴിയുന്നതോടുകൂടി എന്താണ്? ഇതിന്റെ കാരണങ്ങൾ ഉണ്ടാകുന്നു. ആദ്യകാല നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു? ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിക്കുന്നു. സ്വദേശി പ്രസ്ഥാനം ഉണ്ടാകുന്നു. ഈ സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിൽ എന്താണ്? ഒരു ദേശീയത വളർന്നു വരുന്നു. ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോ ഇതോടുകൂടി എന്താണ്? നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ്? അടുത്ത ഒരു ചാപ്റ്റർ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എന്താണ്? അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അപ്പൊ ഇന്ന് ഈ ചാപ്റ്റർ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ എന്താണ്? നമ്മൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.